ഈശോയിൽ സ്നേഹമുള്ളവരെ, ജെറുസലേമിലേക്കുള്ള ഈശോയുടെ രാജകീയ പ്രവേശനത്തിന് ശേഷം ഈശോ ജെറുസലേം ദേവാലയത്തിൽ പ്രവേശിച്ച് ദേവാലയം ശുദ്ധീകരിക്കുന്ന രംഗം നമ്മളൊക്കെ വായിച്ചു കേട്ടിട്ടുള്ളതാണ്. ഇങ്ങനെ ദേവാലയ ശുദ്ധീകരണം നടത്തുന്ന ഈശോയുടെ അടുക്കിലേക്ക് പ്രധാന പുരോഹിതരും നിയമജ്ഞരും ഫരിസേയരുമെല്ലാം കടന്നു വന്ന് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്തധികാരത്താലാണ് നീ ഇവയൊക്കെ ചെയ്യുന്നതെന്ന്. ഈ ചോദ്യത്തിനുള്ള മറുപടി എന്നോണം ഈശോ രണ്ട് ഉപമകൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഒന്ന്, രണ്ട് പുത്രന്മാരുടെ ഉപമ. രണ്ടാമതായി ഇന്ന് നമ്മൾ വായിച്ചു കേട്ട മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമ. ഈ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമ ഈശോ പങ്കുവയ്ക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു ചെറു ചരിത്രം തന്നെയാണ്. പിതാവായ ദൈവം കൃഷിക്കാരനായി മാറി തൻ്റെ പ്രിയപ്പെട്ട മുന്തിരിത്തോട്ടമായി ഇസ്രായേൽ ജനത്തെ തെരഞ്ഞെടുത്തതും ആ മുന്തിരിത്തോട്ടത്തിന് ചുറ്റും തൻ്റെ സംരക്ഷണമാകുന്ന വേലി കെട്ടി അതിനെ വേർതിരിച്ച് നിർത്തുന്നതുമെല്ലാം നമ്മൾ പഴയ നിയമ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. ഈ മുന്തിരിത്തോട്ടത്തെ കാത്തുപരിപാലിക്കാൻ ദൈവം കാലാകാലങ്ങളിൽ പ്രധാന പുരോഹിതരെയും നിയമജ്ഞരെയും ജനനേതാക്കളെയുമെല്ലാം ഏൽപ്പിക്കുന്നുണ്ട്. ഈ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഫലം ശേഖരിക്കാൻ ദൈവം തൻ്റെ ഭൃത്യന്മാരായി പ്രതിനിധികളായി പ്രവാചകന്മാരെയും അയക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രവാചകന്മാർക്ക് നേരിടേണ്ടി വന്ന ദുരിതം അത് വല്ലാത്ത കഷ്ടമായിരുന്നു. അവരെ കല്ലെറിയുകയും കൊല്ലുകയും അടിച്ചോടിക്കുകയും ചെയ്യുന്ന ചരിത്രമാണ് ഇസ്രായേൽ ജനത്തിനുള്ളത്. ഒടുവിൽ തൻ്റെ പ്രിയപുത്രനെ തന്നെ ദൈവം അവരുടെ അടുക്കലേക്ക് അയക്കുന്നു. അവനെ ആകട്ടെ അവർ തിരിച്ചറിയുന്നില്ല. അവർ അവനെ കൊന്നുകളയുകയും ചെയ്യുന്നുണ്ട്. ഈശോ തനിക്ക് നേരിടേണ്ടി വരുന്ന പീഡാനുഭവത്തെയും കുരിശുമരണത്തെയും ഉത്ഥാനത്തെയുമെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഉപമ അവരോട് പറയുന്നത്. ശരിക്കും ഈ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമയിലൂടെ ദൈവം നമ്മോട് പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുക നമ്മളെയൊക്കെ ദൈവം ഏൽപ്പിച്ചു തരുന്ന കൃഷിയിടങ്ങളെക്കുറിച്ചാണ്, മുന്തിരി തോട്ടങ്ങളെക്കുറിച്ചാണ്. നമ്മളൊക്കെ ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിലെ കാവൽക്കാരാണ്. നമ്മളാരും ഉടമസ്ഥരല്ല, നമ്മളൊക്കെ കേവലം കാവൽക്കാർ മാത്രമാണ്. ദൈവം നമുക്ക് ഒരുപാട് മുന്തിരിത്തോട്ടങ്ങൾ, കൃഷിയിടങ്ങൾ ഏൽപ്പിച്ചു തരുന്നുണ്ട്. ഈ മുന്തിരിത്തോട്ടത്തിൽ വിശ്വസ്തയോടെ ജോലി ചെയ്യാൻ, വിശ്വസ്തയോടെ കാവൽക്കാരായിരിക്കാൻ നമുക്കൊക്കെ ഉത്തരവാദിത്വമുണ്ട്. നമ്മെ ഏൽപ്പിച്ചു തന്നിരിക്കുന്ന മുന്തിരിത്തോട്ടങ്ങൾ, കൃഷിയിടങ്ങൾ ഒരുപക്ഷെ നമ്മുടെ കുടുംബമാകാം, നമ്മുടെ സ്ഥാപനങ്ങളാകാം, നമ്മളുമായി ബന്ധപ്പെടുന്ന ചില വ്യക്തികളുടെ ജീവിതങ്ങളാകാം, ഇടവക ദേവാലയമാകാം, നമ്മുടെ കുടുംബ കൂട്ടായ്മകളാകാം. ഇപ്രകാരം ദൈവം നമ്മെ ഏൽപ്പിച്ചു തരുന്ന മുന്തിരിത്തോട്ടങ്ങളുടെ നല്ല കാവൽക്കാരായി തീരാൻ, യഥാകാലം ദൈവത്തിന് ഫലം തിരിച്ചു നൽകുന്ന കാവൽക്കാരായി തീരാൻ നമുക്കൊക്കെ കടമയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ഇപ്രകാരം നല്ല കൃഷിക്കാരായി തീരാൻ, നല്ല കാവൽക്കാരായി തീരാൻ ഇന്നേ ദിവസത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായി നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം ഒരിക്കലും നേരിട്ട് നമ്മിൽ നിന്ന് ഫലം സ്വീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവം നമ്മോട് നേരിട്ട് ഫലം ചോദിക്കുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ടായിരുന്നു. ദൈവത്തിന് നമ്മളൊക്കെ നല്ല ഫലം തന്നെ കൊടുക്കുമായിരുന്നു. പക്ഷേ ദൈവം ചില പ്രതിനിധികളെ നമ്മുടെ അടുക്കലേക്ക് അയക്കുകയാണ്, നമുക്ക് ഏൽപ്പിക്കപ്പെട്ട മുന്തിരിത്തോട്ടങ്ങളുടെ ഫലം ശേഖരിക്കുന്നതിന് വേണ്ടി. നമ്മുടെ വ്യക്തിജീവിതത്തിലേക്ക് കടന്നു വരുന്ന പലരും ഇപ്രകാരം ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന, നമ്മുടെ അടുത്തേക്ക് പറഞ്ഞയക്കുന്ന ചില പ്രതിനിധികൾ മാത്രമാണ്. അത് നമ്മുടെ ജീവിത പങ്കാളിയാകാം, നമ്മുടെ മക്കളാകാം, മാതാപിതാക്കളാകാം. എന്തിനേറെ നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളും ഇപ്രകാരം ദൈവം നമ്മുടെ പക്കലേക്ക് അയക്കുന്ന ചില ഭൃത്യന്മാരാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തന്നെ പ്രതിനിധികളാണ് ഫലം ശേഖരിക്കുന്നതിന് വേണ്ടി. രണ്ടാമതായിട്ട്, കൃഷിക്കാരനായ ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ അടുക്കലേക്ക് ഫലം ശേഖരിക്കാൻ നേരിട്ട് കടന്നു വരികയായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ നല്ല ഫലം തന്നെ നൽകിയേനെ. പക്ഷേ ദൈവം തൻ്റെ ഭൃത്യന്മാരെ, തൻ്റെ പ്രതിനിധികളെയാണ് അവരുടെ അടുക്കലേക്ക് അയക്കുന്നത്. ഇപ്രകാരം നമ്മുടെ ജീവിതത്തിലേക്കും കൃഷിക്കാരായ നമ്മുടെ അടുത്തേക്കും ദൈവം അയക്കുക തൻ്റെ പ്രതിനിധികളെയാണ്. തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നിന്ന്, നമ്മെ ഏൽപ്പിക്കപ്പെട്ട കൃഷിയിടങ്ങളിൽ നിന്ന് ഫലം ശേഖരിക്കുന്നതിന് വേണ്ടി ദൈവം ചില പ്രതിനിധികളെ നമ്മുടെ അടുക്കലേക്ക് അയക്കും. അതൊരു പക്ഷേ നമ്മുടെ ജീവിത പങ്കാളിയായിരിക്കാം, നമ്മുടെ മക്കളായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം. എന്തിനേറെ നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളും ദൈവത്തിൻ്റെ പ്രതിനിധികളാണ്.
നമ്മിൽ നിന്ന് ബലം ശേഖരിക്കാൻ വേണ്ടി ദൈവം പറഞ്ഞു വിടുന്ന ചില പ്രതിനിധികൾ. ഇവർക്ക് നല്ല ഫലം പകർന്നു കൊടുക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന പോലുള്ള നല്ല കാവൽക്കാരായി തീരാൻ സാധിക്കുക, നല്ല കൃഷിക്കാരായി മാറാൻ നമുക്കും സാധിക്കുക. അവസാനമായി നമ്മളൊക്കെ ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാർ മാത്രമാണ് എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. നമ്മളൊക്കെ ശുശ്രൂഷകർ മാത്രമാണ്, അവകാശികളാണ് നമുക്ക് മുന്നിലേക്ക് കടന്നു വരിക. നമ്മുടെ മുന്നിൽ കടന്നു വരുന്ന ഓരോരുത്തരും ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ അവകാശികളാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മളൊക്കെ നല്ല രീതിയിൽ ഫലം നൽകുന്നവരായി തീരുക. അവരുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ നമ്മിൽ നിന്നും നൽകാൻ സാധിക്കുക. ഇപ്രകാരം ഒരു ശുശ്രൂഷയുടെ, ഒരു സ്നേഹത്തിൻ്റെ, അർപ്പണത്തിൻ്റെ മനോഭാവം നമ്മിൽ നിന്നുണ്ടാകുമ്പോഴാണ് നമ്മളൊക്കെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ, ഈശോ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള നല്ല കൃഷിക്കാരായി മാറുക. അപ്രകാരം നല്ല കൃഷിക്കാരായി മാറാൻ ഈ നോമ്പുകാലം നമ്മെ ക്ഷണിക്കുകയാണ്. ചിലപ്പോഴൊക്കെ ഫലം സ്വന്തമാക്കാനും കൃഷിയിടം സ്വന്തമാക്കാനുമുള്ള ചില പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഇടയുണ്ട്. അത് നമ്മുടെ നാശത്തിലേക്ക് നയിക്കും എന്നുകൂടെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മൂലക്കല്ലാകുന്ന ക്രിസ്തുവിൽ അടിയുറച്ച് നിന്നുകൊണ്ട് മുന്തിരിത്തോട്ടത്തിലെ നല്ല കൃഷിക്കാരായി തീർന്ന് നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരാകാൻ നമുക്കും പരിശ്രമിക്കാം. അതിന് ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.